നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൂറിസം രംഗത്ത് പുതിയ സാധ്യതകൾ തുറക്കുന്ന തലശ്ശേരി കടൽപ്പാലം എലിവേറ്റഡ് വാക്ക്വേ പ്രൊജക്ടിന്റെ നിർമ്മാണം 1 വർഷത്തിനുള്ളിൽ. പ്രൊജക്ട് തീരദേശ പരിപാലന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നടപ്പാക്കും. തെരുവ് നായകൾ വഴിയാത്രക്കാരെ കടിച്ച് പരിക്കേൽപ്പിക്കുന്നതിൽ കണ്ണൂർ കോർപ്പറേഷനിൽ പ്രതിപക്ഷ ബഹളം. ഭരണകക്ഷി അംഗങ്ങളും പ്രതിപക്ഷ കൌൺസിലർമാരുമായി ഉന്തും തള്ളും വാക്കേറ്റവും സംഘർഷവും. കുന്നോത്തുപറമ്പ് നിള്ളങ്കലിലെ ആരോഗ്യ കേന്ദ്രത്തിന്റെ മുകൾ ഭാഗത്തെ മണ്ണിടിയുന്നത് തുടർക്കഥയാകുന്നു. അപകടഭീതിയിൽ നാട്ടുകാർ. വാർത്തകൾ വിശദമായി. ടൂറിസം രംഗത്ത് പുതിയ സാധ്യതകൾ തുറക്കുന്ന തലശ്ശേരി കടൽപ്പാലം എലിവേറ്റഡ് വാക്ക്വേ പ്രൊജക്ടിന്റെ നിർമ്മാണം 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. കിഫ്ബി സഹായത്തോടെയുള്ള പ്രോജക്ട് തീരദേശ പരിപാലന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമസഭാ സ്പീക്കർ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖേന EPC മോഡിലാണ് പ്രൊജക്ട് നടപ്പാക്കുന്നത്. CRZ അനുമതിക്കുള്ള അപേക്ഷയും അനുബന്ധ രേഖകളും നിർവഹണ ഏജൻസി തീരദേശ പരിപാലന അതോറിറ്റിക്ക് അടിയന്തരമായി സമർപ്പിക്കും. അതോറിറ്റിയുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് പ്രൊജക്ട് ടെൻഡർ ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കും. കടൽപ്പാലവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ എലിവേറ്റഡ് വാക്ക്വേയാണ് തലശ്ശേരിയിൽ യാഥാർത്ഥ്യമാകുന്നത്. കണ്ണൂർ ജില്ലയുടെ ടൂറിസം രംഗത്ത് വലിയ മുതൽക്കൂട്ടായി തലശ്ശേരി കടൽപ്പാലം എലിവേറ്റഡ് വാക്ക്വേ പ്രൊജക്ട് മാറുമെന്ന് സ്പീക്കർ പറഞ്ഞു. കിഫ്ബി സീനിയർ ജനറൽ മാനേജർ പി ഷീല, ജനറൽ മാനേജർ അജിത്, തീരദേശ പരിപാലന അതോറിറ്റി ഡയറക്ടർ സുനിൽ പാംഡി, കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ജനറൽ മാനേജർ ശോഭ, കൺസൾട്ടന്റ് രാജേഷ് രാജശേഖരൻ, സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ടി മനോഹരൻ നായർ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായ S ബിജു, അർജുൻ SK എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പാനൂരിന്റെ കിഴക്കൻ മേഖലകളിൽ റോഡരികിലെ കുഴികൾ ഭീതി സൃഷ്ടിക്കുന്നത് തുടർക്കഥ. തൂവക്കുന്നിൽ സ്കൂൾ ബസ് കുഴിയിൽ താണത് ഭീതിയുണ്ടാക്കി. ഭാഗ്യം കൊണ്ട് മാത്രമാണ് കുട്ടികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. പാനൂരിനടുത്ത് തൂവക്കുന്നിൽ ബുധനാഴ്ച രാവിലെയാണ് സ്കൂൾ ബസ് റോഡരികിലെ കേബിൾ എടുക്കുന്ന കുഴിയിലേക്ക് താണത്. പെരിങ്ങത്തൂർ മൗണ്ട് ഗൈഡ് ഇന്റർനാഷണൽ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഓവുചാലിലേക്ക് ഒരു ഭാഗം ചെരിയുകയായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് വിദ്യാർത്ഥികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. വിദ്യാർത്ഥികളെ മറ്റൊരു ബസ്സിൽ സ്കൂളിൽ എത്തിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് ജനപ്രതിനിധികളും കൊളവല്ലൂർ പോലീസും സ്ഥലത്തെത്തി. മൊബൈൽ കമ്പനികളും ജൽജീവൻ മിഷനും റോഡരികിലുണ്ടാക്കിയ കുഴികൾ യഥാവിധി മൂടാത്തത് വ്യാപക അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. വൻ അപകടങ്ങൾക്ക് കാത്തിരിക്കാതെ കുഴികൾ യഥാവിധി മൂടണമെന്ന ആവശ്യം ശക്തമാണ്. ഇത് കോൺട്രാക്ട് തുടങ്ങി 2-3 മാസമായി. ഈ ചെറിയ വേസ്റ്റ് വെച്ചിട്ട് ഈ 2 സൈഡും പണിയെടുത്തിട്ട് ഇതുവരെ ഇതിന്റെ വർക്ക് തുടങ്ങുമ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് പോയി കോൺട്രാക്ടർ കണ്ട് ആ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നിപ്പം ഇതിനു മുമ്പ് 2 കുട്ടികൾ വീണ് പരിക്കേറ്റു. ഇതിപ്പം ഇന്ന് സ്കൂൾ ബസ് ഇതായിപ്പോൾ ഒരു 2-3 ബസ്സുകളിൽ വേക്കിലടക്കം കുടുങ്ങി നിന്നിട്ടുള്ളത്. പഞ്ചായത്ത് പരാതി കൊടുത്ത് പിന്നെ മെമ്പറെ കണ്ടു, പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടു, AEOനെ കണ്ടു, കോൺട്രാക്ടറെ കണ്ടു. പക്ഷേ യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ 15-ാം തീയതി ഇത് കുട്ടി വീണിട്ട് എക്സ്റേ എടുത്തത് ഇവന്റെ മകനാണ് വീണത്. ഒന്ന് വേറൊരു കുട്ടി. ആ കുട്ടി പരിക്കേറ്റു. പറയുമ്പോൾ അത് ശരിയാക്കും, കോൺട്രാക്ടർ വരും എന്നൊക്കെ പറയുന്നത്. അത്രേ ഉള്ളൂ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന സമീപനം. കനത്ത മഴയിൽ കരിയാടും മനേക്കരയിലും വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. കരിയാട് പുളിയനമ്പ്രത്തെ നായക്കണ്ടി അയ്യൂബിന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. മനേക്കര സ്വദേശിനി വസന്തയുടെ വീട്ടുകിണറിന്റെ ആൾമറയും തകർന്നു. കരിയാട് പുളിയനമ്പ്രത്തെ നായർക്കണ്ടി അയ്യൂബിന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഉഗ്രശബ്ദത്തിൽ അമർന്നത്. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം, പെരിങ്ങത്തൂർ വില്ലേജ് അസിസ്റ്റന്റ് ഓഫീസർ ഉമ്മർ, നഗരസഭാ കൗൺസിലർ മുസ്തഫ കല്ലുമൽ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. കനത്ത മഴയെ തുടർന്ന് കരിയാട് വീട്ടുമതിലും തകർന്നു വീണു. TM ഹൗസിൽ ഷബാനയുടെ വീട്ടുമതിലാണ് തകർന്നത്. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം, നഗരസഭാ കൗൺസിലർ NA കരീം എന്നിവർ സന്ദർശിച്ചു. മനേക്കരയിലും കനത്ത മഴയിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. കാട്ടിൽപ്പറമ്പത്ത് വസന്തയുടെ വീട്ടുകിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. തെരുവ് നായകൾ വഴിയാത്രക്കാരെ കടിച്ച് പരിക്കേൽപ്പിക്കുന്നതിൽ കണ്ണൂർ കോർപ്പറേഷനിൽ പ്രതിപക്ഷ ബഹളം. മേയർ മുസ്ലിഹ് മഠത്തിലിനെ പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിക്കാൻ വിടാതെ ചേംബറിനടുത്ത് വന്ന് ബഹളമുണ്ടാക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് മേയർ ചേംബർ വിട്ടു. ഇത് തടയാൻ ചെന്ന ഭരണകക്ഷി അംഗങ്ങളും പ്രതിപക്ഷ കൗൺസിലർമാരുമായി ഉന്തും തള്ളും വാക്കേറ്റവും സംഘർഷവുമുണ്ടായി.
മേയർ മുസ്ലിഹ് മഠത്തിലിനെ പ്രതിപക്ഷാംഗങ്ങൾ സംസാരിക്കാൻ വിടാതെ ചേംബറിനടുത്ത് വന്ന് ബഹളമുണ്ടാക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് മേയർ ചേംബർ വിട്ടു. ഇത് തടയാൻ ചെന്ന ഭരണകക്ഷി അംഗങ്ങളും പ്രതിപക്ഷ കൗൺസിലർമാരുമായി ഉന്തും തള്ളും വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. ഇതിനുശേഷം പ്രതിപക്ഷ നേതാവ് എൻ സുകന്യയുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളികളുമായി കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു പുറത്തുവന്നു. ഇതിനിടയിൽ LDF പ്രവർത്തകർ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ ഇരച്ചു കയറാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു. ഇതിനെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തെരുവ് നായശല്യം തടയുന്നതിനായി കോർപ്പറേഷൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് എൻ സുകന്യ പറഞ്ഞു. എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കും അതാത് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലുണ്ടാകുന്ന തെരുവ് നായശല്യം ഉൾപ്പെടെയുള്ള അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കാലികൾ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നവും പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതാത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. പക്ഷെ കണ്ണൂർ കോർപ്പറേഷൻ അധികൃതർ കഴിഞ്ഞ ഈ 4.5 വർഷക്കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിനെ പഴിചാരിക്കൊണ്ട് അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഈ കോർപ്പറേഷൻ പരിധിയിൽ ഇത്രയധികം തെരുവുനായ ശല്യം ആവർത്തിച്ചുണ്ടാകുമ്പോഴും ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടൊരു കാര്യം എന്താ, കോർപ്പറേഷന്റെ പരിധിയിൽ ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാകണം. അതിൽ ABC നടത്താനുള്ള ഒരു കേന്ദ്രം വെറ്ററിനറി വകുപ്പുമായിട്ട് യോജിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. തനത് ഫണ്ടില്ലേ, ഓൺ ഫണ്ടില്ലേ കോർപ്പറേഷന്? ജനങ്ങളുടെ നികുതി പണമല്ലേ അതിനകത്തുള്ളത്? ഈ കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭരണം? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. കണ്ണൂർ നഗരത്തിലെത്തുന്നവരെ തെരുവ് നായകൾ കടിച്ച് പരിക്കേൽപ്പിക്കുന്ന സ്ഥിതി തുടരുകയാണ്. കോർപ്പറേഷൻ പരിധിയിൽ ABC കേന്ദ്രം തുടങ്ങാൻ പ്രതിപക്ഷം നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. എന്നാൽ ഈ കാര്യത്തിൽ ഇതുവരെ നടപടിയുണ്ടായില്ല. തെരുവ് നായകളെ പിടികൂടുന്നതിനുള്ള ഉത്തരവാദിത്തം ജില്ലാ പഞ്ചായത്തിനല്ലെന്നും കോർപ്പറേഷനാണെന്നും എൻ സുകന്യ പറഞ്ഞു. തന്റെ വാർഡിൽ ഉൾപ്പെടെ തെരുവ് നായശല്യമുണ്ടായപ്പോൾ എത്തിയത് കോർപ്പറേഷൻ ജീവനക്കാരല്ല, ജില്ലാ പഞ്ചായത്ത് നിയോഗിച്ചവരാണ്. തെരുവ് നായകളെ പിടികൂടുക മാത്രമല്ല അവയെ പാർപ്പിക്കാനുള്ള ഷെൽട്ടർ കൂടി ഒരുക്കണമെന്നും സുകന്യ ആവശ്യപ്പെട്ടു. ഇപ്പോഴുള്ള 2 കൂടുകൾ അപര്യാപ്തമാണ്. കൂടുതൽ കൂടുകൾ സ്ഥാപിക്കാൻ കോർപ്പറേഷൻ തയ്യാറാകണമെന്നും സുകന്യ ആവശ്യപ്പെട്ടു. തെരുവ് നായശല്യം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കൗൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചു. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രകടനം നടത്തി. LDF കൗൺസിലറായി P രവീന്ദ്രൻ, N ഉഷ, ചിത്തിര ശശിധരൻ, പനയൻ ഉഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബുധനാഴ്ച രാവിലെയും കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും താവക്കര പുതിയ ബസ് സ്റ്റാൻഡിലും 11 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. ആദ്യം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള യാത്രക്കാർക്കാണ് കടിയേറ്റത്. പരിക്കേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ചൊവ്വാഴ്ച താവക്കര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് തെരുവുനായ ആക്രമണത്തിൽ വിദ്യാർത്ഥിനി ഉൾപ്പെടെ 56 പേർക്ക് പരിക്കേറ്റിരുന്നു. പിന്നാലെ അക്രമകാരിയായ തെരുവുനായയെ താവക്കരയിൽ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു തെരുവുനായ ആക്രമണമുണ്ടായത്. SBI പരിസരം, പ്രഭാത് ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കെത്തിയ ആളുകളെ നായ പിന്തുടർന്ന് കടിക്കുകയായിരുന്നു. പരിക്കേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. എല്ലാവരുടെയും കാലിനാണ് പരിക്കേറ്റത്. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ KP മോഹനൻ MLAയും റവന്യൂ അധികൃതരും സന്ദർശിച്ചു. നിള്ളങ്ങലിലെ ആരോഗ്യ കേന്ദ്രത്തിന്റെ മുകൾ ഭാഗത്തെ മണ്ണാണ് ഇടയ്ക്കിടെ ഇടിഞ്ഞു വീഴുന്നത്. നിള്ളങ്ങലിലെ ആരോഗ്യ കേന്ദ്രത്തിന്റെ മുകൾ ഭാഗത്തെ മണ്ണാണ് ഇടയ്ക്കിടെ ഇടിഞ്ഞു വീഴുന്നത്. ഈ വിവരമറിഞ്ഞാണ് KP മോഹനൻ MLAയും റവന്യൂ അധികാരികളും സ്ഥലം സന്ദർശിച്ചത്. തലശ്ശേരി തഹസിൽദാർ M വിജേഷ്, ഡെപ്യൂട്ടി തഹസിൽദാർ K രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചന്ദ്രിക പതിയൻ്റെവിട, പഞ്ചായത്ത് അംഗം M ബീന, ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീക്ഷിത്, ഡോക്ടർ ബീന, വികസന സമിതി അംഗം KP നന്ദനൻ, M ശ്രീജ എന്നിവരും സംബന്ധിച്ചു. അപകടാവസ്ഥ ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനായി HMC യോഗം ചേർന്ന് പരിഹാര നടപടികൾ സമർപ്പിക്കാൻ MLA നിർദ്ദേശിച്ചു. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ എത്തുന്നവർക്ക് മഴയും വെയിലും ഏൽക്കാതിരിക്കാൻ സഹായവുമായി IRPCയും മത്സ്യത്തൊഴിലാളി കൂട്ടായ്മയും. ആശുപത്രിക്ക് മുൻപിൽ പന്തൽ ഒരുക്കിയാണ് പ്രവർത്തകർ മാതൃകയായത്. ദിനവും 100 കണക്കിന് രോഗികൾ എത്തുന്ന തലശ്ശേരി ജനറൽ ആശുപത്രിക്ക് മുൻപിൽ മഴയും വെയിലും ഏൽക്കാതിരിക്കാൻ സഹായവുമായി IRPCയും മത്സ്യത്തൊഴിലാളി കൂട്ടായ്മയും.
രോഗികൾ കാത്തിരിക്കുന്ന സ്ഥലത്ത് പന്തൽ ഒരുക്കിയാണ് ഇവർ മാതൃകയായത്. കൂടുതൽ ഇരിപ്പിടങ്ങളും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. നിലവിലുണ്ടായ സൗകര്യങ്ങൾ അപര്യാപ്തവും ഇതുമൂലം രോഗികൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിലുമാണ് ഇവരുടെ പ്രവർത്തനം. ERPC ബന്ധപ്പെട്ട് ഇങ്ങനൊരു അഭ്യർത്ഥന നമ്മളായിട്ട് അറിയിച്ച സമയത്ത് നമ്മളിത് ചെയ്തു തീർക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഞങ്ങൾ തലശ്ശേരി മാർക്കറ്റിലെ തൊഴിലാളികളും അതുപോലെ അസോസിയേറ്റ് ഭാരതവും കൂടി തീരുമാനിച്ചിട്ടാണ് ഈ കൂട്ടിരിപ്പുകാർക്കും അതുപോലെ മരുന്ന് വാങ്ങാനുള്ള ആൾക്കാർക്കും വെയിലത്ത് നിൽക്കുന്നത് മഴ കൊള്ളുന്ന രീതിയിലുള്ള ആ സാഹചര്യം മാറ്റിയെടുക്കാൻ വേണ്ടി താർപ്പായി വെട്ടാനും ഹെൽപ്പ് ഡെസ്ക് പുതുതായിട്ട് നിർവഹിക്കാനും വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കി. ഇത് വലിയൊരു നല്ലൊരു പുണ്യപ്രവർത്തനങ്ങൾ കണ്ടതുകൊണ്ട് തന്നെയാണ് നമ്മൾ യാതൊരു മടിയും കൂടാതെ മുന്നോട്ട് ഇറങ്ങിയിട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. രോഗികൾക്കും വിശ്രമിക്കാനുള്ള ഇരിപ്പിടവും അതുപോലെ പായ് കെട്ടി കൊടുത്തിട്ട് തലശ്ശേരി ഫിഷ് മാർക്കറ്റും അതോടൊപ്പം ഫിഷ് മാർക്കറ്റിൻ്റെ അസോസിയേഷൻ്റെ ആൾക്കാരുമായി CAT-യുടെ അതുപോലെ തന്നെ CAT തൊഴിലാളികളും അതോടൊപ്പം തന്നെ IRPCയുടെ ഭാരവാഹികളും കൂടി ചേർന്ന് തലശ്ശേരി ആസ്പത്രിയിൽ കൊണ്ട് പായ് കെട്ടിച്ച് അതിലേക്ക് വേനൽക്കാലങ്ങളിലായാലും മഴക്കാലങ്ങളിലായാലും വിശ്രമിക്കേണ്ട ഒരുക്കങ്ങൾ ഭംഗിയോടെ നിറവേറ്റുകയും അതോടൊപ്പം തന്നെ തലശ്ശേരിയിൽ വേണ്ട എല്ലാ കാര്യങ്ങൾക്കും രക്തത്തിനായാലും മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ട എല്ലാ ബുദ്ധിമുട്ടുകൾക്കും IRPC എന്ന സംഘടന ഉള്ളതുകൊണ്ട് ജനങ്ങൾക്ക് നല്ല ഉപകാരമായി. ഇതുമാത്രമല്ല, ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ഏത് സമയവും സഹായഹസ്തവുമായി IRPC വളണ്ടിയർമാരുടെ സേവനവും ലഭിക്കും. ഫിഷ് മാർക്കറ്റിനെ ബന്ധപ്പെട്ട് അവിടെയുള്ള അസോസിയേഷനും അവിടെയുള്ള യൂണിയൻ തൊഴിലാളികളുടെ നമ്മുടെ ലീഡറാണ് ഇത് ബഷീർ. അവരെ ബന്ധപ്പെട്ടവരും ഈ മരുന്ന് വാങ്ങാൻ വരുന്ന പേഷ്യൻ്റെ കൂടെയുള്ളവർ ഇരിക്കാനുള്ള കസാരയും അവർ മറവായിട്ടുള്ള പന്തലും IRPCയുടെ ഡെസ്കും എല്ലാം ഇവരാണ് നമ്മൾ അഭ്യർത്ഥന വാങ്ങിച്ച് സഹായിച്ചതാണ്. വാൽമീകി രാമായണത്തിന്റെ പദാനുപത വിവർത്തനത്തിലൂടെ മലയാള സാഹിത്യത്തിൽ പുതിയൊരു അധ്യായം കുറിച്ച ഒളവിലം LP സ്കൂളിലെ മുൻ പ്രധാനാധ്യാപകനായ കവിയൂർ സ്വദേശിയും എഴുത്തുകാരനുമായ VK ഭാസ്കരൻ മാസ്റ്റർ ഇനി ഓർമ്മ. 81 വയസ്സായിരുന്നു. കുറച്ചു കാലമായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. 7 വർഷത്തെ അധ്വാനഫലമായി വാൽമീകി രാമായണത്തിലെ 24,000 ശ്ലോകങ്ങൾ 7 വോള്യങ്ങളിലായി പദാനുപദമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സാഹിത്യ ലോകം തന്നെ ശ്രദ്ധിച്ച ഒന്നായിരുന്നു. പുസ്തകത്തിന്റെ പ്രകാശനം കഴിഞ്ഞ മാസമാണ് നടന്നത്. ശ്രീനാരായണ ഗുരുദേവൻ, യേശുദേവൻ, മുഹമ്മദ്, മഹാനായ പ്രവാചകൻ തുടങ്ങിയ കൃതികളും സദ്ഗമയ, കുഞ്ഞാറ്റക്കിളികൾ എന്ന കവിതാ സമാഹാരങ്ങളും ഭാസ്കരൻ മാസ്റ്ററിന്റെ മറ്റ് പ്രധാന രചനകളിൽ പെടുന്നു. വിദ്യാഭ്യാസ രംഗത്തും സാഹിത്യത്തിലും നിരന്തരം സജീവമായിരുന്നു അദ്ദേഹം. മരണം വരെ തന്റെ കർമ്മരംഗത്ത് തിളങ്ങി നിന്ന വ്യക്തിത്വമായിരുന്നു ഭാസ്കരൻ മാസ്റ്റർ. പരേതിയായ ശാന്തകുമാരി ടീച്ചറാണ് ഭാര്യ. ഷിംന, ഷെർലി എന്നിവർ മക്കളും മോഹൻ, ശ്രീയപ്പ റെഡ്ഡി എന്നിവർ മരുമക്കളും. ശ്രീധരൻ, പ്രമോദ്, പ്രസന്ന, രാമചന്ദ്രൻ, രവീന്ദ്രൻ, നിർമ്മല തുടങ്ങിയവർ സഹോദരങ്ങളുമാണ്. സംസ്കാരം കവിയൂരിലെ വീട്ടുവളപ്പിൽ വ്യാഴാഴ്ച നടക്കും. KP മോഹനൻ MLA ഉൾപ്പെടെയുള്ളവർ വീട്ടുവസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റാ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. പ്രൊഫഷണൽ ഡിഗ്രിയാണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ BBA റിസൾട്ടിൽ 3ാം സ്ഥാനവും BComൽ 7ാം സ്ഥാനവും ലഭിച്ച ടിയാസ് കോളേജിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് ഓഫേർഡ്: BBA, BCom Finance, BCom Corporation, BA English. Newly added courses: BCA, BCom Logistics. Add-on courses:
ACCA, Aviation and Logistics, Artificial Intelligence and Machine Learning, Cloud Computing and Data Science, Ethical Hacking and Cyber Security. Tellicherry Institute of Advanced Studies, Arts and Science College, affiliated to Kannur University and approved by Government of Kerala. Kundurmala, West Punyam, Talasheri. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഇളനീർ വെപ്പ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ച് ഇളനീരാട്ടത്തിനുള്ള ഇളനീർ കാവുകളുമായി ശ്രീനാരായണ മഠങ്ങളിൽ നിന്നും സങ്കേതങ്ങളിൽ നിന്നും നൂറുകണക്കിന് ഭക്തരാണ് എത്തിച്ചേർന്നത്. തലശ്ശേരി മേലൂട്ട് ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ നിന്നും നിരവധി ഭക്തർ ഇളനീർ കാവുകൾ സമർപ്പിച്ചു.
മേലൂർ ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ നിന്നും ക്ഷേത്രം പ്രസിഡന്റ് KM ധർമ്മപാലന്റെ നേതൃത്വത്തിൽ 50ഓളം ഭക്തരാണ് ഇളനീർ കാവുകളുമായി കാൽനടയായി ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. ഇത്തരത്തിൽ പല ദേശങ്ങളിൽ നിന്നും ഇളനീർ കാവുകളേന്തി ഭക്തരെത്തി. തലശ്ശേരി മേലോട്ട് മടപ്പുരയിൽ മൂകാംബിക ക്ഷേത്രം തന്ത്രി രാമചന്ദ്രൻ അടിക സന്ദർശനവും നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് KM ധർമ്മപാലൻ ഷാളണിയിച്ച് തന്ത്രിയെ സ്വീകരിച്ചു. ഏറെ നേരം ക്ഷേത്രത്തിൽ ചെലവഴിച്ചാണ് തന്ത്രി മടങ്ങിയത്. മേലൂർ ക്ഷേത്രത്തിൽ ഭക്തർക്കായി അന്നദാനവും ഒരുക്കിയിരുന്നു. വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇളനീർ കാവുകളുമായി ഓംകാര മന്ത്രധ്വനികളാൽ നിരവധി പേരെത്തിയതോടെ രാത്രി ക്ഷേത്രമുറ്റത്ത് ഈശാനക്കോണിലൊരുക്കിയ തട്ടും പോളയിലും ഇളനീർ കാവുകൾ നിറഞ്ഞു. മേൽശാന്തി സജീഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശാന്തിമാരായ വിനു, അനൂപ്, രജനീഷ് എന്നിവർ സഹകാർമ്മികരായി. ന്യൂമാഹി പഞ്ചായത്തിലെ തകർന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരം കാണുക, തകർന്ന റോഡുകളുടെ ദുരവസ്ഥ ഉടൻ പരിഹരിക്കുക, ജൽജീവൻ മിഷന്റെ പേര് പറഞ്ഞ് വെട്ടിപ്പൊളിച്ച ന്യൂമാഹി പഞ്ചായത്തിലെ റോഡുകൾ ഉടൻ ഗതാഗത യോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണാ സമരം നടത്തിയത്. ധർണാ സമരം മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു. ഈ ദുരിതം അനുഭവിക്കേണ്ടി വരും എന്നത് നമുക്കൊക്കെ ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതോടൊപ്പം അവർക്ക് മതിയായിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പാകത്തിൽ റോഡുകൾ, പാലങ്ങൾ, മറ്റ് ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ഒരു ബാധ്യതയുള്ള ഒരു ഭരണകൂടം അതൊക്കെ തങ്ങളുടെ ഉത്തരവാദിത്വമല്ല എന്നുള്ള രീതിയിൽ ഒരു വിഷയത്തെ സമീപിച്ചുകൊണ്ടാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. ജലജീവൻ മിഷന്റെ കാര്യം ഇവിടെ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും പ്രാദേശിക ഭരണകൂടം എന്നുള്ള നിലക്ക് പഞ്ചായത്തുകളുടെയൊക്കെ കോൺട്രിബ്യൂഷനോടുകൂടിയാണ് എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ മിഷൻ എന്ന രൂപത്തിലൂടെ ആരംഭിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് 50%, സംസ്ഥാന ഗവൺമെന്റ് 35%, പ്രാദേശിക ഗവൺമെന്റിന്റെ 15% വിഹിതം ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു 3 ടയർ സംവിധാനത്തിൽ കേരള വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള ഉത്തരവാദപ്പെട്ട ഏജൻസികളുടെ പങ്കാളിത്തത്തോടുകൂടി സമയബന്ധിതമായി നടപ്പിലാക്കേണ്ടുന്ന ഒരു പദ്ധതി കേരളത്തിലെ പല പഞ്ചായത്തുകളിലും ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. 2-3 വർഷങ്ങളായി. സമയബന്ധിതമായ ഒരു പദ്ധതി പൂർത്തീകരിക്കാനും അത് ഇച്ഛാശക്തിയോടുകൂടി നടപ്പിലാക്കാനും നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ട് എങ്കിൽ അവരെ കൊണ്ട് നടപ്പിലാക്കാനുമുള്ള ഒരു ഉത്തരവാദിത്വവും ഇച്ഛാശക്തിയും ഒരു നിശ്ചയദാർഢ്യവും ഒരു പഞ്ചായത്തിനുണ്ടാകുമ്പോൾ കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വേ നടക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് PC റിസാൽ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KA ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വാർഡംഗങ്ങളായ ഷഹിദിയ മാധുരി, ഫാത്തിമ കുഞ്ഞിത്തയിൽ, മണ്ഡലം സെക്രട്ടറി K സുലൈമാൻ, ന്യൂമാഹി പഞ്ചായത്ത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് ബാബു, PP അലി എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി TH അസ്ലം സ്വാഗതവും ഖജാൻജി TK റൌഫ് നന്ദിയും പറഞ്ഞു. കവയിത്രി AM ശ്രീജയുടെ പാർവണം കവിതാ പുസ്തക പ്രകാശനം പെരിങ്ങാടി മാങ്ങോട്ടുകാവ് ക്ഷേത്രത്തിന് സമീപം പാർവണം വീട്ടിൽ നടന്നു. ശ്രീജയുടെ ഗൃഹപ്രവേശന ചടങ്ങിനൊപ്പമാണ് പുസ്തക പ്രകാശനം നടത്തിയത്. വീട്ടിനും കവിതയ്ക്കും ഒരേ പേര് എന്ന പ്രത്യേകത കൂടിയുണ്ട്. വാർത്ത കാണാം. കവയിത്രി AM ശ്രീജയുടെ ഗൃഹപ്രവേശന ചടങ്ങിനൊപ്പമാണ് പുസ്തക പ്രകാശനവും നടത്തിയത്. വീട്ടിനും കവിതയ്ക്കും ഒരേ പേര് എന്ന പ്രത്യേകത കൂടിയുണ്ട്. സാഹിത്യകാരൻ സജീവൻ മൊകേരി പ്രകാശന കർമ്മം നിർവഹിച്ചു. സാക്ഷ്യമായി
അടയിരുന്നതിൻ ചൂടുമാത്രം മതി, ഇതിലും അപ്പുറം കിളികളെങ്ങനെ ആവിഷ്കരിക്കും എന്നൊരു കവി പാടുന്നു. ഒരു കിളി ആവിഷ്കരിക്കുന്നുണ്ട്. ഞാനിവിടെ ഉണ്ട് എന്നൊരു കിളി, ഒരു കുയിൽ ആവിഷ്കരിക്കുന്നത് മധുരമായൊരു കൂവലിലൂടെയാണ്. മറ്റൊരു പക്ഷി ഞാനിവിടെയുണ്ട് എന്ന് കാണിക്കുന്നത് ഒരു തൂവൽ താഴെ ഇട്ടുകൊണ്ടാണ്. ഇങ്ങനെ ഓരോ മനുഷ്യനും അവരുടെ ആവിഷ്കാരത്വര കൊണ്ട് പലതരത്തിലുള്ള കർമ്മപഥങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശ്രീജയുടെ കർമ്മപഥം എന്ന് പറയുന്നത്, ആവിഷ്കാരം എന്ന് പറയുന്നത് കവിതയാകാനുള്ള കാരണം. പലർക്കും പലതാണ്. ഈ കവിത എല്ലാം തികഞ്ഞ കവിതകളാണെന്നും ഞാൻ പറയുന്നില്ല. കവിതയുടെ പഴയ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഒരു അനധി ദീർഘമായിരിക്കുന്ന കവിതകളുടെ കാലം ഇപ്പൊ ഇല്ല. പുതിയ കാലത്ത് ചാട്ടുളി പോലെ 1, 2, 3, 4 വരികൾ കൊണ്ട് ചാട്ടുളി പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് എറിഞ്ഞു പോവുകയാണ് ഓരോ കവിയും ചെയ്യുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചാലക്കര പുരുഷു ആദ്യ പ്രതി ഏറ്റുവാങ്ങി. വന്യജീവി ഫോട്ടോഗ്രാഫർ അസീസ് മാഹി പുസ്തക പരിചയം നടത്തി. മാങ്ങോട്ടുംകാവ് ക്ഷേത്ര സെക്രട്ടറി ഷാജി കൊള്ളുമൽ അധ്യക്ഷത വഹിച്ചു. ഗംഗാധരൻ മാസ്റ്റർ സ്മാരക വായനശാല പ്രസിഡന്റ് CV രാജൻ പെരിങ്ങാടി, പ്രൊഫസർ NK അൻവർ, വാർഡ് അംഗം TH അസ്ലം, ചാലക്കര ഉസ്മാൻ സ്മാരക ഹൈസ്കൂൾ സഹപാഠി പ്രസിഡന്റ് K മോഹനൻ കൊള്ളുമൽ, സ്കൂൾ പ്രധാനാധ്യാപകൻ അജേഷ്, സ്കൂൾ മാനേജർ റസാഖ്, ആശ്രയ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് OV വിനയൻ, TT വേണുഗോപാൽ, P കൃഷ്ണപ്രസാദ് എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി ഹരീഷ് ബാബു കവിത പാരായണം നടത്തി. കുഞ്ഞു വർഷേ നീയാണൻ വീടിൻ പൗർണമി, എൻ കുഞ്ഞു വർഷേ നീയാണൻ വീടിൻ പൗർണമി, ഏകുന്നു നന്ദി. ശ്രീജ പെരിങ്ങാടി മറുപടി പറഞ്ഞു. മാങ്ങോട്ടുകാവ് ക്ഷേത്ര സെക്രട്ടറി OV സുഭാഷ് സ്വാഗതവും ശ്രീജയുടെ ബാല്യകാല സുഹൃത്തും ചിത്രകാരിയുമായ KE സുലോചന നന്ദിയും പറഞ്ഞു. ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥികൾക്കായി പ്രവേശനോത്സവം വരവേൽപ്പ് 2025 സംഘടിപ്പിച്ചു. പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK മണിലാൽ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മികച്ച വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ 100% കുട്ടികളും സ്കൂളിൽ എത്തിച്ചേരുന്ന ഒരു പ്രദേശമുണ്ടെങ്കിൽ അത് കേരളമാണ് എന്ന് നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചും നമുക്ക് വിലയിരുത്തി പറയാവുന്നതാണ്. 100% വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുകയും അവർ +2 വരെ തടസ്സമില്ലാതെ പഠിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇന്ന് കേരളത്തിൽ നിൽക്കുന്നു. സർവർക്കും സാക്ഷരതയും വിദ്യാഭ്യാസവും നൽകുന്നു എന്നർത്ഥം. സർക്കാരിൻ്റെ ഒരു കടമയാണ്, നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ കടമയാണ്. അത് നിർവഹിക്കാൻ കഴിയുന്നത് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച് ഏറ്റവും വലുതാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചെന്നാൽ നമുക്ക് എത്രയോ ആളുകൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വരാൻ കഴിയാതെ, സ്കൂളിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. PTA പ്രസിഡന്റ് നസീർ ഇടവലത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗം MV ബീന, മദർ PTA പ്രസിഡന്റ് K ജിൻഷ, പ്രധാനാധ്യാപകൻ KP ജയരാജൻ, സ്കൂൾ മാനേജർ A കലേഷ് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ J ഇന്ദിര സ്വാഗതവും T ജലേഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് EI ലിതേഷ് മാസ്റ്റർ താങ്ങായി തണലായി മികവാർന്ന രക്ഷകർത്തൃത്വം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. മട്ടന്നൂർ VHSC 1993 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 വിജയികൾക്കുള്ള അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും നടന്നു. കൂത്തുപറമ്പ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഹാളിലാണ് പരിപാടി നടന്നത്. കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ V സുജാത ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി കൂട്ടായ്മകൾ വളരെ പഴയകാലത്ത് വ്യത്യസ്തമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈസ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, കോളേജുകളിൽ വിവിധ തലത്തിൽ പഠിച്ചിട്ടുള്ള ഓരോ വിഷയാടിസ്ഥാനത്തിൽ അവരുടെ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ വർഷാടിസ്ഥാനത്തിൽ
ഒത്തുചേരലുകൾ സംഘടിപ്പിച്ചുകൊണ്ടൊക്കെ നല്ല രീതിയിൽ പരിപാടികൾ നടത്തുകയും പഠിച്ച സ്ഥാപനങ്ങൾക്ക് അവരുടേതായ സംഭാവനകൾ സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടെ പഠിച്ചവരുടെ സഹപാഠികളുടെ മക്കളുടെ വിജയത്തിൽ അവരെ വിജയത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവരെ അനുമോദിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഓരോ വർഷവും ഈ രീതിയിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് തികച്ചും വ്യത്യസ്തമായി ഉള്ളതും അതുപോലെ തന്നെ ഏറ്റവും നല്ല മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അധികം കൂട്ടായ്മകളൊന്നും ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനം. ടി സതീഷ് കുമാർ അധ്യക്ഷനായി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ ധനഞ്ജയൻ മുഖ്യ പ്രഭാഷണം നടത്തി. ടി കെ അനീഷ്, സന്തോഷ് കൂരാറ, പ്രസാദ് കാറാട്ട്, സുനിൽ മാനന്തേരി, മനീഷ്, സുരേഷ് മയ്യഴി തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. ഉത്തര മലബാറിലെ ആദ്യ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ വിജയകരമായി പൂർത്തീകരിച്ചു. ഗുരുതരമായ വൃക്കരോഗത്തെ തുടർന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന തലശ്ശേരി സ്വദേശിയായ 51 വയസ്സുകാരനാണ് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചത്. ഗുരുതരമായ വൃക്കരോഗത്തെ തുടർന്ന് ഡയാലിസിസിനു വിധേയനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന തലശ്ശേരി സ്വദേശിയായ 51കാരനാണ് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ പുതിയ ജീവിതത്തിലേക്ക് തിരികെ എത്തിയത്. ഉത്തര കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും ഗുണനിലവാരത്തോടുകൂടി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ സംവിധാനങ്ങൾ സജ്ജീകരിക്കുമെന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആസ്റ്റർ കേരള മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ KM സൂരജും കണ്ണൂർ ആസ്റ്റർ മിംസ് COO ഡോക്ടർ അനൂപ് നമ്പ്യാർ നൽകിയ വാഗ്ദാനമാണ് ഇതോടെ യാഥാർത്ഥ്യമായതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നമ്മളിത് തുടങ്ങിയ കാലം തൊട്ട് ഓരോന്നും ഫസ്റ്റ് മുന്നോട്ട് ഫസ്റ്റ് എന്നുള്ള ആ ഒരു കീപ്പപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ സമയത്തും എമർജൻസി മെഡിസിൻ എന്നുള്ള ഒരു
അത് നമ്മൾ കൊണ്ടുവന്നത് ആസ്ട്രമിക്സ് ആണ്. അതിപ്പോൾ പല ഹോസ്പിറ്റലിലേക്കും അത് വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ കെയർ, നമ്മുടെ കണ്ണൂരിലുള്ള ജനങ്ങൾക്ക് കിട്ടുന്ന കെയർ കുറച്ചും കൂടെ മേലോട്ട് ഉയർന്നു. ഇപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ രോഗികളും വൃക്ക മാറ്റിവെക്കാൻ പോകുന്നത് ഒന്നില്ലെങ്കിൽ കോഴിക്കോട്, അല്ലെങ്കിൽ എറണാകുളം, അല്ലെങ്കിൽ മംഗലാപുരം, അങ്ങനെ സമീപ ജില്ലകളിലാണ്. അത് മാറ്റി നമുക്ക് ഇവിടെ തന്നെ ഈ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടെ പറയാവുന്ന കാര്യമാണ്. അതിന് ഒരു വശം എന്താണെങ്കിൽ, ഇവർ ചെയ്ത് കഴിഞ്ഞാലും ഈ വൃക്ക മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ സാധാരണ ശസ്ത്രക്രിയക്കാളും കുറച്ചും കൂടി സങ്കീർണമാണ്. കാരണം വേറൊരു രോഗിയുടെ വൃക്കയാണ് ഈ രോഗി സ്വീകരിക്കുന്നത്. അപ്പോൾ അത് റിജക്റ്റ് ചെയ്യാൻ, അതായത് ശരീരത്തിൽ നമുക്ക് വേറൊന്ന് സ്വീകർത്താവ് അത് റിജക്റ്റ് ചെയ്യാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനുള്ള മരുന്നുകൾ കൊടുക്കണം. അതുകൂടാതെ ആ മരുന്നുകൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണോ സപ്രഷൻ, അതായത് നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ രണ്ട് സംഗതികളും നമുക്ക് ഒത്തൊരുമിച്ച് കൊണ്ടുപോകണം. അപ്പം അതിനുവേണ്ടി ഈ സർജറി കഴിഞ്ഞാലും 1 മാസത്തോളം അവർക്കൊരു വീടെടുത്ത് അടുത്ത ആശുപത്രിയിൽ തന്നെ താമസിക്കേണ്ടി വരും. നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ ഇതിനടുത്ത് തന്നെ ആൾക്കാരാകുമ്പോൾ അവരുടെ തന്നെ വീട്ടിൽ നിൽക്കാനുമുള്ള സൗകര്യം കൂടെ നമുക്കിതിൽ. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പേഷ്യൻസ് എല്ലാം ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവർ മംഗലാപുരത്തും കോഴിക്കോടും ഒക്കെ പോകണമായിരുന്നു. ഇപ്പോൾ അവർക്ക് ഇവിടെ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള സൗകര്യം ആയിട്ടുണ്ട്. പിന്നെ ഈ ട്രാൻസ്പ്ലാന്റിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശക്തി ഉണ്ടല്ലോ, ഇമ്മ്യൂണിറ്റി, അത് നമ്മുടെ ശരീരത്തിലോട്ട് വേറെ അണുക്കളും അങ്ങനത്തെ ഒക്കെ കയറാതിരിക്കാനായിട്ട് നോക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ വേറൊരാളുടെ കിഡ്നി രോഗിക്ക് വെച്ച് കഴിയുമ്പോൾ, ഒരു നോർമൽ ആളുടെ കിഡ്നിയെ രോഗിക്ക് വെച്ച് കഴിയുമ്പോൾ ആ രോഗിയുടെ ശരീരം അതിനെ പുറത്തു നിന്നുള്ള ഒരു ആൻറ്റിജനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഈ ബാക്ടീരിയ ഒക്കെ പോലെ. അന്നേരം അത് അതിനെ കേടാക്കി നശിപ്പിച്ച് കളയാൻ ശ്രമിക്കും. അതിനായി റിജക്ഷൻ എന്ന് പറയുന്നത്. ആ ഓർഗനെ അത് റിജക്റ്റ് ചെയ്ത് കളയാൻ നോക്കും. പക്ഷേ അതിനുവേണ്ടിയാണ് നമ്മൾ മരുന്നൊക്കെ കൊടുക്കുന്നത്. നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിജോയ് ആന്റണി, ഡോക്ടർ പ്രദീപ് VR, ഡോക്ടർ സാരംഗ് വിജയൻ, യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ, ഡോക്ടർ അക്ബർ സലീം, അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ അനീഷ്, ഡോക്ടർ വന്ദന, ഡോക്ടർ പ്രശാന്ത്, നഴ്സിംഗ് വിഭാഗം സോണിയ, രമ്യ തുടങ്ങിയവരാണ് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. വൃക്ക മാറ്റിവയ്ക്കുന്ന വ്യക്തിക്ക് അനുയോജ്യമായ വൃക്ക ലഭിക്കുവാനുള്ള ബുദ്ധിമുട്ടാണ് നിലവിൽ ഈ മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളി. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തികളുടെ അവയവവും അടുത്ത ബന്ധുക്കളുടെ അവയവവുമാണ് പ്രധാനമായും വൃക്ക മാറ്റിവെക്കലിന് നിലവിൽ സ്വീകരിക്കപ്പെടുന്നത്. ഈ സാഹചര്യം ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കുവാൻ വൃക്ക ആവശ്യമായി വരികയും എന്നാൽ സ്വീകർത്താവിന് യോജിക്കാതെ വരികയും ചെയ്യുന്നവർ അനുയോജ്യമായ വൃക്കകൾ പരസ്പരം കൈമാറാനുള്ള സ്വാപ്പ് ട്രാൻസ്പ്ലാന്റ് സംവിധാനം വ്യാപകമാക്കുമെന്ന് ആസ്ട്രമിംസ് കണ്ണൂർ COO ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു. അവര് താല്പര്യമുള്ളവരിടത്തും വാങ്ങുന്ന കടാവറി പ്രോഗ്രാമിലേക്ക് പോകേണ്ടതുണ്ട്. അതിൻ്റെയും പ്രചാരം നമ്മുടെ നാട്ടിൽ കുറവാണ്. അതിനൊക്കെ ഡോക്ടർ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ മാധ്യമങ്ങളുടെയൊക്കെ സഹായം ആവശ്യമാണ്. ആ പ്രോഗ്രാം വഴിയാണ് ചില രാജ്യങ്ങൾ, അമേരിക്കയിലൊക്കെ കൂടുതൽ നടക്കുന്നത് കടാവറി പ്രോഗ്രാം വഴിയാണ്. നമുക്കും അതിലേക്ക് എത്തണം. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂറോളജിസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർജറി ചെയ്യുന്നത് യൂറോളജി ഡോക്ടറാണ്. അങ്ങനെ ദാതാവിനെ കിട്ടിക്കഴിഞ്ഞാൽ ദാതാവിൻ്റെ ശരീരത്തിൽ നിന്ന് കിഡ്നി എടുത്ത് സ്വീകർത്താവിൻ്റെ ശരീരത്തിലേക്ക് സ്ഥാപിക്കുന്ന ആ ഓപ്പറേഷൻ പ്രൊസീജിയറാണ് യൂറോളജിസ്റ്റ് ചെയ്യുന്നത്. അതിൽ സ്വീകർത്താവിൻ്റെ കാര്യത്തിൽ പിന്നെ ഡോണർ, അതായത് കൊടുക്കുന്ന ആളുടെ വൃക്ക സർജിക്കലായിട്ട് എടുത്ത് മാറ്റിയിട്ട് സ്വീകർത്താവിൻ്റെ ശരീരത്തിൽ വയറിൻ്റെ അടിഭാഗത്തായിട്ടാണ് സാധാരണ സ്ഥാപിക്കുന്നത്. പല ക്വസ്റ്റ്യനുകളും ഉണ്ടാവും. പഴയ നശിച്ച കിഡ്നി എടുത്ത് കളയണോ, അവിടെയാണോ വെക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും സംശയം ഉണ്ടാവും. സാധാരണഗതിയിൽ നശിച്ചുപോയ കിഡ്നി എടുത്ത് മാറ്റാറില്ല. ആ കിഡ്നിയുടെ സ്ഥാനത്തല്ല നമ്മൾ പുനഃസ്ഥാപിക്കുന്നത്. താഴെ അടിവയറ്റിലായിട്ട് പുതിയൊരു സ്ഥലം ഉണ്ടാക്കിയെടുത്ത് അവിടെയുള്ള രക്തക്കൊഴലുകളുമായി. ആസ്ട്രമിംസ് COO ഡോക്ടർ അനൂപ് നമ്പ്യാർ, CMS ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, DGM ഓപ്പറേഷൻസ് വിവിൻ ജോർജ്, നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിജോയ് ആന്റണി, ഡോക്ടർ പ്രദീപ് VR, ഡോക്ടർ സാരംഗ് വിജയൻ, യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ, ഡോക്ടർ അക്ബർ സലീം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര യോഗാ ദിനമായ ജൂൺ 21 രാവിലെ 7 മണിക്ക് മാഹി ഇൻഡോർ സ്റ്റേഡിയത്തിൽ മാഹി മേഖലയിലെ യോഗാ ദിനം ആഘോഷിക്കും. ചാലക്കര ആയുർവേദ കോളേജാണ് കഴിഞ്ഞ 9 വർഷമായി മാഹി മേഖലയിലെ യോഗ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്.
മാഹി മേഖലയിലെ യോഗ ആഘോഷ പരിപാടികൾക്ക് കഴിഞ്ഞ 9 വർഷമായി നേതൃത്വം നൽകുന്നത് ചാലക്കര രാജീവ് ഗാന്ധി ആയുർവേദ കോളേജാണെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ കുബേർ സംഘ് പറഞ്ഞു. പൊതുജനങ്ങൾക്ക് സൗജന്യ പരിശീലന ക്ലാസ് നടത്തുന്ന സ്ഥാപനം കൂടിയാണ് ഇത്. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 7 മുതൽ 8 മണി വരെയാണ് ക്ലാസ്. ദിവസേന 30-ലേറെ പേർ പരിശീലനത്തിനായി എത്തുന്നുണ്ട്. പരിശീലനം നൽകുന്നത് യോഗ സയൻസിൽ ബിരുദാനന്തര ബിരുദവും PhDയും യോഗ്യത നേടിയ ആയുർവേദ ഡോക്ടർ CK റീമയാണ്. കോളേജിലെ സ്വസ്ഥ വൃത്ത വകുപ്പിനാണ് യോഗ ക്ലാസിൻ്റെ ചുമതല. സ്വസ്ഥ വൃത്ത വകുപ്പിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ KS ബിനു, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വേദവ്യാസ് എന്നിവരടങ്ങുന്ന ടീമിനാണ് യോഗ ക്ലാസിൻ്റെ ചുമതല. ഉദ്യോഗസ്ഥർ, വീട്ടമ്മമാർ തുടങ്ങി സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും പരിശീലനത്തിന് എത്തുന്നുണ്ട്. യോഗയിൽ കൂടുതൽ ആൾക്കാരെ പരിശീലനത്തിൽ എത്തിക്കാനായി യോഗ വെൽനസ് ക്ലബ്ബ് ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ് അധികാരികൾ. മക്കളുടെ MBBS സ്വപ്നം സഫലീകരിക്കാനായി പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന പ്രവാസികൾക്ക് മുന്നിൽ സഹായഹസ്തവുമായി ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇനീഷ്യേറ്റീവ് ഫോർ ലേണിംഗ് മെഡിക്കൽ പ്രോജക്റ്റ്. പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനായുള്ള ILM കഴിഞ്ഞ 6 വർഷം കൊണ്ട് 500-ലധികം വിദ്യാർത്ഥികളുടെ MBBS എന്ന സ്വപ്നമാണ് സാക്ഷാത്കരിച്ചത്. നാട്ടിൽ MBBS സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുന്ന പ്രവാസികളുടെ മക്കൾക്ക് വിദേശത്ത് സുരക്ഷിതവും സാംസ്കാരിക അച്ചടക്കവും മികച്ച പഠന നിലവാരവും ഉറപ്പുവരുത്തി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റൽ സൗകര്യവും ILM ഒരുക്കുന്നുണ്ട്. കൂടെ പേരന്റൽ കെയർ ഉൾപ്പെടെ ലഭ്യമാക്കിയാണ് ILM വിദ്യാർത്ഥികളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത്. ഇന്ത്യൻ ഫാക്കൽറ്റീസിന്റെ മേൽനോട്ടത്തിൽ ക്ലിനിക്കൽ എക്സ്പീരിയൻസോടെ 5 വർഷം കൊണ്ട് MBBS കുറഞ്ഞ ചെലവിൽ പൂർത്തീകരിക്കാനുള്ള സേവനമാണ് ILM ചെയ്തു നൽകുന്നത്. ഒപ്പം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പ്രവാസികളുടെ മക്കൾക്ക് പ്രത്യേക സ്കീം ഈ വർഷം മുതൽ ആരംഭിച്ചിട്ടുണ്ടെന്നും ILM ഭാരവാഹികൾ പറഞ്ഞു. 6 വർഷം കൊണ്ട് 500-ലധികം വിദ്യാർത്ഥികളുടെ MBBS എന്ന സ്വപ്നമാണ് ILM യാഥാർത്ഥ്യമാക്കിയത്. ഹായ്, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നത്. ഞാൻ ഇർഫാന, പാലക്കാട് നിന്ന് വരുന്നത്. ഞങ്ങൾ ഇൽമ ത്രൂ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ തൊട്ട് ഇൽമിൻ്റെ എല്ലാ സർവീസും എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ വിസ അടിക്കാനും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ. ഹലോ, ഞാൻ സ്നേഹ കൃഷ്ണ ഫ്രം കാലിക്കറ്റ്. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലാണ്. ഞാൻ പഠിക്കുന്ന കോളേജാണ് ബുഹാര കോളേജ്. ആൻഡ് ഇവിടുത്തെ കോളേജിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്യാമ്പസ്, ക്ലിനിക്സ്, ഹോസ്റ്റൽസ്, ടർഫ് ഒക്കെ ഒരു കോമ്പൗണ്ടിലാണ്. അതായത് ഒരു പുട്ടിന്റെ ഉള്ളിൽ ഒരു ബിരിയാണി ഉള്ള പോലെയാണ് ഈ കോളേജ് ഉള്ളത്. ആൻഡ് ഇവിടെ ഇത് ബോയ്സ് ഹോസ്റ്റലാണ്. ആൻഡ് ബാക്കിൽ കാണുന്നത് ഗേൾസ് ഹോസ്റ്റലാണ്. ഇത് ഔട്ട്ഡോർ ടർഫാണ്. അത് ഇൻഡോർ സ്റ്റേഡിയം. എന്താ ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായം? ഫുഡ് അടിപൊളി ഫുഡാണ്. നാട്ടില് വീട് വിട്ട് വന്നതേ തോന്നില്ല. ലൈക് കേരള അടിപൊളി ബിരിയാണി, കോഴിക്കോടും ബിരിയാണി പോലെ ഉണ്ട്. ടെമ്പിൾ ഗേറ്റ് പുതിയ റോഡിൽ ലക്ഷ്മി നിലയത്തിൽ ലിജേഷ് നിര്യാതനായി. 48 വയസ്സായിരുന്നു. ജയലക്ഷ്മിയുടെയും പരേതനായ രാഘവന്റെയും മകനാണ്. നിഷയാണ് ഭാര്യ. വിജേഷ്, ജിഗേഷ് എന്നിവർ സഹോദരങ്ങളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൂറിസം രംഗത്ത് പുതിയ സാധ്യതകൾ തുറക്കുന്ന തലശ്ശേരി കടൽപ്പാലം എലിവേറ്റഡ് വാക്ക്വേ പ്രൊജക്ടിന്റെ നിർമ്മാണം 1 വർഷത്തിനുള്ളിൽ. പ്രൊജക്ട് തീരദേശ പരിപാലന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നടപ്പാക്കും. തെരുവുനായകൾ വഴിയാത്രക്കാരെ കടിച്ച് പരിക്കേൽപ്പിക്കുന്നതിൽ കണ്ണൂർ കോർപ്പറേഷനിൽ പ്രതിപക്ഷ ബഹളം. ഭരണകക്ഷി അംഗങ്ങളും പ്രതിപക്ഷ കൗൺസിലർമാരുമായി ഉന്തും തള്ളും വാക്കേറ്റവും സംഘർഷവും. കുന്നോത്തുപറമ്പ് നിള്ളങ്കലിലെ ആരോഗ്യ കേന്ദ്രത്തിന്റെ മുകൾ ഭാഗത്തെ മണ്ണിടിയുന്നത് തുടർക്കഥയാകുന്നു. അപകടഭീതിയിൽ നാട്ടുകാർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.